നമസ്കാരം. നാട് മുഴുവൻ കോച്ചിങ് സെൻ്റർ എന്ന് പറയുന്ന കക്കയം ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. രക്ഷിതാക്കൾ അങ്ങോട്ടേക്ക് കുട്ടികളെ കൊണ്ടുപോയി എറിഞ്ഞു കൊടുക്കുകയാണ് ഈ കാലന്മാരുടെ വായിലേക്ക്. എങ്ങനെയെങ്കിലും വലിയ നേട്ടം കൊയ്യുക എന്നുള്ളതാണ്. പക്ഷേ ജീവൻ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ജീവൻ ഉണ്ടെങ്കിലല്ലേ IAS ആയാലും MBBS ആയാലും IFS ആയാലും സാധിക്കുകയുള്ളൂ. അല്ലാതെ എന്ത് കാര്യം? രക്ഷിതാക്കളെയും കുറ്റം പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പല കോച്ചിങ് സെൻ്ററുകളിലും വേണ്ട തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവരാണ് പഠിപ്പിക്കുക പോലും ചെയ്യുന്നത്. മറിച്ച് അതുപോലെ തന്നെ പ്രാഥമിക സൗകര്യങ്ങളില്ലാത്ത നിരവധി കോച്ചിങ് സെൻ്ററുകൾ. ഇപ്പോൾ തന്നെ ഈ ഡൽഹിയിൽ നടന്ന സംഭവം എന്ത് കണ്ടിട്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കാൻ ഡൽഹിയിലേക്ക് വരുന്നത്? പരസ്യത്തിൽ കാണുന്ന അധ്യാപകരാരും അവിടെ പഠിപ്പിക്കുന്നില്ല. ജയിൽ മുറികൾ പോലെയുള്ള ഹോസ്റ്റൽ മുറികളാണ്. കാറ്റും വെളിച്ചവും കടക്കാത്ത ക്ലാസ് മുറികൾ. കൊടുക്കുന്ന ലക്ഷങ്ങളുടെ 10% പോലും സൗകര്യങ്ങളില്ല. ഈ കുടിസ് മുറികളിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. ഇത് ഡൽഹിയിലെ മാത്രം സ്ഥിതിയല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുമുണ്ട്. നിരവധി കക്കയം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ തിരുവനന്തപുരം നഗരത്തിലൂടെ യാത്ര ചെയ്ത് നോക്ക്, വൈകുന്നേരങ്ങളിലോ അതിരാവിലെയോ ഒക്കെ പല കോച്ചിങ് സെൻ്ററുകളിൽ നിന്നും ട്യൂഷൻ സെൻ്ററുകളിൽ നിന്നും കുറേ അധ്യാപകരെന്ന് പറയുന്ന പഹയന്മാർ, വേണ്ട തരത്തിലുള്ള യോഗ്യത പോലുമില്ല, കാലമാടന്മാർ നിന്ന് അലറി വിളിക്കുക, കുട്ടികളുടെ നോട്ട്ബുക്ക് വലിച്ചെറിയുക, അവനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക. ഇതൊക്കെ കേട്ടുകൊണ്ട് രക്ഷിതാക്കൾ, അവിടെ കൊണ്ടാക്കിയ രക്ഷിതാക്കൾ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് പുളകിതരായി നിൽക്കുകയാണ്, രോമാഞ്ചം കൊണ്ട് നിൽക്കും. എന്നാലും എൻ്റെ മകൻ പഠിച്ച് ഉയർന്ന നിലയിൽ എത്തുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഇവരുടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്നത്. അപ്പം എന്തായാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇവിടെ ഡൽഹിയിലെ അപകടത്തിൽ വിദ്യാർത്ഥികൾ മരിച്ചതിന് പിന്നാലെ ഒരാൾ എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് ഇപ്രകാരം: മുഖർജി നഗറിലെ കോച്ചിങ് സെൻ്ററിന് തീപിടിച്ച് 61 വിദ്യാർത്ഥികൾക്ക് പൊള്ളലേറ്റതിന് പിന്നാലെ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതാണ്. 2023 ജൂണിലുണ്ടായ സംഭവത്തിൽ ഒട്ടേറെ കേസുകൾ പരിഗണിച്ചപ്പോഴാണ് കഴിഞ്ഞ ഏപ്രിൽ കോടതി നടപടിക്ക് നിർദ്ദേശിച്ചത്. ഡൽഹിയിൽ എത്ര സ്വകാര്യ കോച്ചിങ് സെൻ്ററുകൾ ഉണ്ടെന്നും അവ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച റിപ്പോർട്ട് നൽകണമെന്നുമാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ 6 കോച്ചിങ് സെൻ്ററിൽ സീൽ ചെയ്തെന്നും 21 സ്വമേധയാ അടച്ചുപൂട്ടിയെന്നും 20 നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നുമാണ് വിശദീകരിച്ചത്. എന്നാൽ അടച്ചുപൂട്ടിയവയ്ക്ക് പുറമെ മുഖർജി നഗറിലും പരിസര പ്രദേശങ്ങളിലും പുതിയ കോച്ചിങ് സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചെന്ന് അമിക്കസ് ക്യൂറി ഗൗതം നാരായൺ പറയുകയുണ്ടായി. തുടർന്നാണ് പുതിയ റിപ്പോർട്ട് നൽകാൻ MCDക്ക് കോടതി നിർദ്ദേശം നൽകിയത്. ഡൽഹിയിലെ കോച്ചിങ് സെൻ്ററുകളുടെ പ്രവർത്തനവും സുരക്ഷയും പരിശോധിക്കാൻ കോടതി അമിക്കസ് ക്യൂറിയുടെ അധ്യക്ഷതയിൽ സ്വതന്ത്ര സമിതിയെയും നിയോഗിച്ചു. മെയിലാണ് അഗ്നി സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാത്ത കോച്ചിങ് സെൻ്ററുകൾ അടച്ചുപൂട്ടാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ച് അനധികൃതമായി പ്രവർത്തിക്കുന്ന കോച്ചിങ് സെൻ്ററുകൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ യശ്വന്ത് വർമ്മ അധ്യക്ഷനായ ബെഞ്ച് വിമർശിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ കൂടുതലുള്ള കോച്ചിങ് സെൻ്ററുകൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം ഇനിയും നടപ്പാക്കിയിട്ടില്ല. DDAയുടെ 2016 യൂണിഫൈഡ് ബിൽഡിംഗ് ബയലോ അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് പ്രത്യേക അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമാണ്. നിലവിൽ ഇവിടെയുള്ള 100-ലേറെ കോച്ചിങ് സെൻ്ററുകൾ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി കോച്ചിങ് സെൻ്ററുകളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ കേരളത്തിലും ഉണ്ടെന്നുള്ളതാണ്. വെറും കക്കയം ക്യാമ്പിനേക്കാൾ, അതായത് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് കേട്ടിട്ടുള്ള കക്കയം ക്യാമ്പുണ്ടല്ലോ, അതിലും ദയനീയമാണ് ഇവിടെയൊക്കെയുള്ള ട്യൂഷനും കോച്ചിങ് സെൻ്ററുകളും ഒക്കെ. തട്ടിപ്പിൻ്റെ ഒന്നാം തരം പര്യായമാണ് ഈ കോച്ചിങ് സെൻ്ററുകൾ.